നമ്മുടെ ടോപ്പിക്ക് കിർച്ചോഫ്സ് സെക്കൻഡ് ലോ. ഈ ഭാഗത്ത് നിന്ന് രണ്ട് രീതിയിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഒന്ന് സ്റ്റേറ്റ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ, അല്ലെങ്കിൽ അപ്ലൈ കിർച്ചോഫ്സ് ലോസ് ഇൻ എ ഗിവൺ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ വളരെ സിമ്പിളായിട്ട് ഈ കിർച്ചോഫ്സ് സെക്കൻഡ് ലോ എങ്ങനെയാണ് ഒരു നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് പഠിക്കുന്നത്. ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ഒന്ന് ക്ലാസ് മുഴുവനായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാവും. ഇനി അങ്ങോട്ട് വരുന്ന ക്ലാസ്സുകളിൽ ഇതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്: ദി ആൾജിബ്രൈക് സം ഓഫ് ഓൾ പൊട്ടൻഷ്യൽ ഡിഫറൻസസ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് 0. Algebraic sum of all potential differences in a closed loop is 0. നമ്മൾ കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു. കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ എന്താ അത് സ്റ്റേറ്റ് ചെയ്യുന്നത്? ദി ആൾജിബ്രൈക് സം ഓഫ് ഓൾ കറൻറ്റ്സ് മീറ്റിംഗ് അറ്റ് എനി ജംഗ്ഷൻ ഈസ് 0 അല്ലേ? അത് കിർച്ചോഫ്സ് കറന്റ് ലോ ആണ്, അല്ലെങ്കിൽ ജംഗ്ഷൻ റൂളാണ്. അവിടെ നമ്മൾ ജംഗ്ഷനിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ജംഗ്ഷനിലാണ് കിർച്ചോഫ്സ് കറന്റ് ലോ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ജംഗ്ഷൻ റൂൾ എന്ന് പറയും. ഇവിടെ നമ്മൾ കിർച്ചോഫ്സ് സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് ലൂപ്പിൻ്റെ കേസിലാണ്. അതുകൊണ്ട് നമ്മൾ ഈ സെക്കൻഡ് ലോന് എന്ത് പേരും കൂടി പറയും? ലൂപ്പ് റൂൾ എന്ന് കൂടി പറയും. ഇനി കറന്റ് ലോയില്, കിർച്ചോഫ്സ് കറന്റ് ലോയില് നമ്മൾ സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 0 ആണ്. ഇവിടെ സിഗ്മ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 0 ആണ്. ഓൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഓർ ഓൾ വോൾട്ടേജസ്. ഓക്കെ, അതായത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന വോൾട്ടേജ് ആണ്. Therefore, കിർച്ചോഫ്സ് സെക്കൻഡ് ലോ ഓൾസോ നോൺ ആസ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. സിംപ്ലി നമ്മളതിനെ KVL എന്ന് പറയും. ഏതുപോലെ കിർച്ചോഫ്സ് കറന്റ് ലോയെ നമ്മൾ KCL എന്ന് ഡിനോട്ട് ചെയ്തതുപോലെ. ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? അതായത് ഈ ഒരു നമ്മൾ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ വേണ്ടത് ലൂപ്പാണ്, ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളിന് വേണ്ടി ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സർക്യൂട്ടിൽ, ഒരു സർക്യൂട്ടിൽ ഒരു ലൂപ്പ് മാത്രമേ ഉണ്ടാവുന്നില്ല, നമുക്ക് ഒന്നിൽ കൂടുതൽ ലൂപ്പും കൺസിഡർ ചെയ്യാം. ഓക്കെ, ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റാർട്ടിങ്, ഇപ്പോൾ സപ്പോസ് എ എന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ABCFA ഇതൊരു ലൂപ്പാണ്. ഓക്കെ, അതേപോലെ വേണമെങ്കിൽ നമുക്ക് FCDEF സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഒരേ സ്ഥലം വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൂപ്പ്, ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും സെയിം ആയതുകൊണ്ട് തന്നെ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ദി ആൾജിബ്രൈക് സം ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഇറ്റ് സപ്പോർട്ട്സ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. കൺസർവേഷൻ ഓഫ് എനർജി ആണ് അത് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ? എനർജിയിൽ എന്തില്ല? വേരിയേഷൻ ഇല്ല. ഓക്കെ, ഈ ഒരു ക്ലോസ്ഡ് ലൂപ്പ്, നമ്മളൊരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അല്ല, നമ്മൾ സപ്പോസ് ഇവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കുക. ABCFA സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും സെയിം. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ സെല്ലുണ്ട്, പിന്നെ റെസിസ്റ്റേഴ്സ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ സം ഓഫ് ഓൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള EMF നമ്മൾ ആഡ് ചെയ്യണം അല്ലേ? ഈ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ ഓരോ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പും നമ്മൾ കൺസിഡർ ചെയ്യണം. അക്കോർഡിംഗ് ടു ഓംസ് ലോ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഇസ് ഈക്വൽ ടു എന്താ? IR അല്ലേ? റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് IR ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനെ നമുക്ക് ഈ ഒരു രീതിയിലും സ്റ്റേറ്റ് ചെയ്യാം. സിഗ്മ E പ്ലസ് സിഗ്മ IR ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആണ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ
നിങ്ങൾക്ക് കാണാം കുറേ സൈൻ കൺവെൻഷൻസ് എഴുതിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, എന്താണെന്ന് ടീച്ചർ പറഞ്ഞുതരാം. സിമ്പിളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഒരു ലോ നമ്മളൊരു നെറ്റ്വർക്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില സ്റ്റെപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പിന്നെ എന്താണ്, ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു. സപ്പോസ് നമ്മളൊരു ലൂപ്പ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ എല്ലാ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യണം, കറണ്ട് ഡയറക്ഷൻ കാണിക്കണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെല്ലിൽ നിന്ന് കറണ്ട് പുറത്തേക്ക് വരുന്നതായിട്ട് കാണിക്കാം, അല്ലെങ്കിൽ 2 സെല്ലിൽ നിന്ന് വരുന്ന രീതിയിൽ എടുക്കാം. എങ്ങനെയാണെങ്കിൽ മിക്കവാറും എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് കറണ്ടിൻ്റെ ഡയറക്ഷൻ അതിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ കറണ്ട് ഡയറക്ഷൻ സപ്പോസ് ഈ സെല്ല് E1 എന്ന സെല്ലിൽ നിന്ന് I1 കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് വിചാരിക്കും. I1 കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ I1 കറണ്ട് ഫ്ലോ ചെയ്ത് ഈ ഒരു ജംഗ്ഷനിലെത്തി. ജംഗ്ഷൻ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ജംഗ്ഷൻ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലേ. അതായത് ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒന്നുകിൽ നമുക്ക് ഇതിനെ ഇവിടെ I2 കറണ്ട് ഈ ഒരു ബ്രാഞ്ചിലേക്ക് പോകുന്നു, അതേപോലെ I3 കറണ്ട് ഇങ്ങനെ താഴേക്കും പോകുന്നു എന്ന് വിചാരിക്കും, സ്പ്ലിറ്റായിട്ട്. അപ്പോൾ നമുക്കിവിടെ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ വരിക, I1 ഇസ് ഈക്വൽ ടു ഇൻകമിങ് കറണ്ട് I1 ഇസ് ഈക്വൽ ടു I2 പ്ലസ് I3. ഇനി അങ്ങനെയല്ല, നിങ്ങൾ I1 ഇവിടെ വന്നു, ഈ ബ്രാഞ്ചിൽ ഇവിടത്തേക്ക് I2 ആയിട്ട് പോയി. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, I1 മൈനസ് I2 എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് പോയി. അപ്പോൾ I2 കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്തു, എഗെയിൻ സെല്ലിലേക്ക് വരും. ഇവിടെ അതേപോലെ I3 കറണ്ട് എഗെയിൻ ഫ്ലോ ചെയ്തു. ഈ ഒരു ജംഗ്ഷനിലെത്തുമ്പോൾ വീണ്ടും ഇൻകമിങ് കറണ്ട് ഏതാ, I2 പ്ലസ് I3 ഇസ് ഈക്വൽ ടു I1 ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മളെല്ലാ ബ്രാഞ്ചിലും നമുക്ക് കറണ്ട് ഡയറക്ഷൻ കിട്ടി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു കൺസിഡർ എ ഡയറക്ഷൻ ഫോർ ദി ലൂപ്പ്. ലൂപ്പ് കൺസിഡർ ചെയ്തു, കറണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്തു, കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിച്ചു. ഇനി എന്ത് ചെയ്യും, നമുക്ക് ഡയറക്ഷൻ കാണിക്കണം, ലൂപ്പിൻ്റെ ഡയറക്ഷൻ, അതായത് ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ലൂപ്പിന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ, ഇവിടെയും ക്ലോക്ക് വൈസ് എടുക്കും. രണ്ടും ക്ലോക്ക് വൈസ് എടുക്കണമെന്നൊന്നുമില്ല. ഒന്ന് ക്ലോക്ക് വൈസ് എടുത്തു, മറ്റേത് ആൻറ്റി ക്ലോക്ക് വൈസ് എടുത്താലും കുഴപ്പമില്ല. ഇനി രണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കാം, അല്ലെങ്കിൽ രണ്ടും ക്ലോക്ക് വൈസ് എടുക്കാം. എങ്ങനെയായാലും നമുക്ക് ലൂപ്പിനൊരു ഡയറക്ഷൻ നിങ്ങൾ കാണിക്കണം, അത് മാത്രം ശ്രദ്ധിക്കാം. ഇനി ഈ ലൂപ്പ് ഡയറക്ഷൻ ഇവിടെ നോക്കുക, സൈൻ കൺവെൻഷൻ. ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈൻ കൺവെൻഷൻ വേണമെന്ന് പറഞ്ഞു. ഇഫ് ദി പാത്ത് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്, സെല്ലിൻ്റെ പാത്ത് എന്ന് പറയുന്നത് നമ്മളെടുത്ത ഈ ലൂപ്പിൻ്റെ ഡയറക്ഷൻ. നമ്മൾ എവിടുന്ന് പോകുന്നത്, A to B അല്ലേ. A to B നമ്മൾ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ സെല്ലിൻ്റെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. സെല്ലിൻ്റെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് എന്ന് പറയുന്നത് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ അല്ലേ. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പാണ്, അതായത് -E ആണ് നമുക്ക് കിട്ടുന്നത്, -E. ഇനി നമ്മൾ കൺസിഡർ ചെയ്ത പാത്ത് ഇതാണ്, ആരോ. ഈ ആരോ കാണിച്ചിരിക്കുന്നത് നമ്മുടെ പാത്താണ്, ലൂപ്പിൻ്റെ ഡയറക്ഷൻ. അതായത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ പാത്ത് എടുത്തിരിക്കുന്നതെങ്കിൽ EMF +E ആണ്. ഇനി റെസിസ്റ്റേഴ്സിൻ്റെ കേസിൽ വരുന്ന സമയത്ത് കറണ്ടിൻ്റെ ഡയറക്ഷനാണ് ഈ ആരോ കാണിച്ചിരിക്കുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് നമ്മളും മൂവ് ചെയ്തിട്ടുള്ളത്, പാത്തും എടുത്തതെങ്കിൽ എന്താണ്, IR നെഗറ്റീവാണ്, -IR. അതുപോലെ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലല്ല നമ്മൾ കറണ്ട് ഇങ്ങോട്ടാണ് പോകുന്നത്, പക്ഷെ നമ്മളെടുത്ത് അങ്ങോട്ടാണെങ്കിൽ +IR ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് കാണുമ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഒരു സെല്ലിൽ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ പാത്ത് മൂവ് ചെയ്യുന്നത് ഹയർ ടു ലോവർ ആണെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് എങ്ങനെയാണ് വരിക, ഹയർ ടു ലോവർ. ഹൈ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്ക് പോയി, അതായത് പൊട്ടൻഷ്യൽ കുറയുമല്ലേ ചെയ്തത്. ഓക്കെ, വോൾട്ടേജ് ഡ്രോപ്പ് അല്ലേ ഉണ്ടായത്. ദെർഫോർ അവിടെ നമ്മൾ -V ആണ് കൺസിഡർ ചെയ്യുക, മൈനസ് ആയിരിക്കും.
അതേപോലെ ഇനി ലോ ടു ഹൈ ആണെങ്കിൽ അതെന്തായിരിക്കും? ആദ്യം ചെറിയ പൊട്ടൻഷ്യലാണ്, അതിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ പോയി, നമ്മുടെ പൊട്ടൻഷ്യൽ കൂടി, വോൾട്ടേജ് ഗെയിൻ ആണ്, റേസ് ഇൻ പൊട്ടൻഷ്യലാണ്. റേസ് ഇൻ പൊട്ടൻഷ്യൽ ആകുന്ന സമയത്ത് അതായത് +V ആയിരിക്കും. സെല്ലിൻ്റെ കേസിൽ വിക്ക് പകരം EMF ആണ് നമ്മൾ അവിടെ എടുക്കുക. റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് V എന്നുള്ളത് IR ആയിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ക്ലിയർ ആയി. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ലൂപ്പിൻ്റെ കേസിൽ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കും. ABCFA അല്ലേ? നമ്മൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, A to B. അവിടെ എന്താണുള്ളത്? E2 ആണുള്ളത്, EMF. നമ്മുടെ പാത്ത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവ്, അതായത് ഹയർ ടു ലോവർ, മൈനസ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്ന സമയത്ത് -E2. ഇനി നമ്മളിങ്ങനെ വന്നു B to C അല്ലേ? B to C നമുക്ക് അവിടെ ഈ കണക്ഷൻ വയറിന് റെസിസ്റ്റൻസ് ഇല്ല, 0 റെസിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നുമില്ല. അടുത്ത് ഇവിടെ എത്തി, റെസിസ്റ്റൻസ് എത്തി. നമ്മൾ വരുന്നത് C to F ആണ്, ഇങ്ങോട്ടാണ് വരുന്നത്. C to F നമ്മൾ കൺസിഡർ ചെയ്ത പാത്ത് ഇങ്ങോട്ടാണ്. പക്ഷെ കറണ്ട് എപ്പോഴും ഈ കറണ്ട് നമ്മൾ എടുത്ത കറണ്ട് അങ്ങോട്ടാണ് അല്ലേ? അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഹയർ ടു ലോവർ ആണ്. ഇത് ഹയർ ടു ലോവർ ആണ് കറണ്ട് അങ്ങോട്ട്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്, ലോവർ ടു ഹയറാണ് നമ്മൾ വരുന്നത് അല്ലേ? അങ്ങനെ വരുന്ന സമയത്ത് എന്താ വരിക? ലോവർ ടു ഹയർ എന്ന് പറയുമ്പോൾ ഗെയിനാണ്. അപ്പോൾ +I1 R2 ഇതിലൂടെയുള്ള കറണ്ട്, ഈ റെസിസ്റ്റൻസ്. അങ്ങനെ നമ്മളിങ്ങനെ വന്ന് ഇവിടെ എത്തി. ഇനി ഒരു കമ്പൗണ്ട് കൂടി ഉണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കൺസിഡർ ചെയ്ത പാത്ത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്, ഹയർ ടു ലോവർ ആണ് അല്ലെ? വലിയ വര ഹയർ ടു ലോവർ. നമുക്ക് ഡ്രോപ്പാണ്. അപ്പോൾ -E1 കഴിഞ്ഞില്ല, നമുക്ക് എയിലേക്ക് തിരിച്ചു പോകണം അല്ലേ? ഇനി അഗെയിൻ നമ്മൾ ഇതിലൂടെ പോകുന്ന സമയത്ത് ഇതിലൂടെ കറണ്ട് ഉണ്ടല്ലോ, ഈ ഒരു കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ? I2 കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, കറണ്ട് ഇങ്ങോട്ടാണ്. ഹയർ ടു ലോവർ ആണ് കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുക അല്ലേ? അപ്പോൾ ഇതിങ്ങോട്ട്, നമ്മൾ പോകുന്നത് അങ്ങോട്ട്, അതായത് ലോവർ ടു ഹയർ ആണ് നമ്മുടെ പാത്ത്. ലോവർ ടു ഹയർ ആകുമ്പോൾ വോൾട്ടേജ് ഗെയിൻ പോസിറ്റീവാണ്. അപ്പോൾ +I2 R1 = 0. ഇതാണ് ഈ ഒരു ലൂപ്പിൽ നമ്മൾക്ക് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ഇക്വേഷൻ. ഓക്കെ, വേണമെങ്കിൽ രണ്ടാമത്തെ ലൂപ്പ് നമുക്ക് കൺസിഡർ ചെയ്താൽ ഫോർ ദി സെക്കൻഡ് ലൂപ്പ്. ഏതാ സെക്കൻഡ് ലൂപ്പ്? FC, ഇതാ ഡയറക്ഷൻ, FCDEF. DEF അപ്ലൈ ചെയ്ത് നോക്കിയേ, എന്താ വരിക? FC നമ്മൾ പാത്ത് ഇങ്ങോട്ടാണ്, അതായത് നമ്മൾ മൂവ് ചെയ്യുന്നത് ലോവർ ടു ഹയർ, കുറഞ്ഞതിൽ നിന്ന് കൂടി, അപ്പോൾ പോസിറ്റീവ്. +E1 അല്ലെ? നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, ഹയർ ടു ലോവർ, കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്താ വരിക? ഹയർ ടു ലോവർ അല്ലേ? കുറഞ്ഞു, -I1 R2. നമ്മളിങ്ങനെ വന്നു, ഈ I3 കറണ്ടാണ് ഇതിലൂടെ ഫ്ലോ ചെയ്തത് അല്ലേ? നമ്മളിങ്ങനെ പോയി. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, ഹയർ ടു ലോവർ, കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നത്, അതായത് -I3 R3. കഴിഞ്ഞിട്ടില്ല, ഈ I3 തന്നെയാണ് ഈ I4ലൂടെയും ഫ്ലോ ചെയ്യുന്നത് അല്ലേ? I3. അപ്പോൾ ഇവിടെ എന്ത് വരും? നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്, ഹയർ ടു ലോവർ. അഗെയിൻ I3 R4. ഇതിലൊരു സെല്ലേ ഉള്ളൂ, വേറെ സെല്ലൊന്നുമില്ല. നമ്മളിവിടെ തിരിച്ച് Fലെത്തി. ഓക്കെ, = എന്തായിരിക്കും? 0. സിഗ്മ ഡെൽറ്റ V = 0. സിഗ്മ E + സിഗ്മ IR = 0 കിട്ടി. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ ഒരു ലൂപ്പിന് നിങ്ങൾ ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോയെന്ന് കേട്ടോ, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അതായത് ഏതാ മൂന്നാമത്തെ ലൂപ്പ്? A B C D E F A. ഈ ഒരു ലൂപ്പിൽ
നിങ്ങൾ ഈ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഹയർ ടു ലോ പോകുമ്പോൾ വോൾട്ടേജ് കുറയാണ് ചെയ്തത്, മൈനസ് ആയിരിക്കും. ലോവർ ടു ഹൈ ആകുമ്പോൾ വോൾട്ടേജ് ഗെയിൻ ആണ്, അപ്പോൾ പ്ലസ് ആയിരിക്കും. കറണ്ട് റെസിസ്റ്റേഴ്സിലൂടെ ഫ്ലോ ചെയ്യുന്നത് എപ്പോഴും ഹയർ ടു ലോവർ ആണ് അല്ലേ. പോസിറ്റീവ് നെഗറ്റീവിലേക്കല്ല നമ്മൾ കറണ്ട് ഡയറക്ഷൻ കാണിക്കുക. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണ് നമ്മുടെ പാത്തും എങ്കിൽ നമ്മൾക്ക് എന്താണ് വരിക? മൈനസ് ആണ് വരിക. ഓക്കെ, ആ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ, KVL. Algebraic sum of all potential differences in a closed loop is 0. Sigma delta V is equal to 0. Sign convention നമ്മൾ പറഞ്ഞു. This based on the law of conservation of energy. സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെയാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ it is the statement of conservation of energy. There is no loss or gain in energy. Clear? Thank you.